കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. Yes, hey! 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 Yes, sir! ആ അല്ല എവിടെ വയ്ക്കണ എത്ര രൂപ വിളിച്ച് ഇത് മിട്ടാക്കണേ വഴക്കൊല്ലം ഉണ്ടാക്കിയാ ഉണ്ടാക്കണേ ഇന്ന് ജോലി നേരത്തെ തീർന്നാ? ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞില്ല അവിടെ സൈറ്റിലെ പൂശ വീടില്ലേ കംപ്ലീറ്റ് ഇലക്ട്രീഷ്യക്കാർ കോൾ അടിച്ചിട്ടിരുന്നു മൊത്തം അടയ്ക്കാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ മൊത്തം കംപ്ലീറ്റ് അടച്ച് റെഡിയാക്കി കിട്ടുന്നു. ഓ അതുകൊണ്ട് നിങ്ങൾക്കൊന്നും പണിയൊന്നും ചെയ്യേണ്ടി വന്നില്ല അല്ലേ? നിങ്ങൾക്കൊന്നും പണിയൊന്നും ചെയ്യേണ്ടി വന്നില്ല അല്ലേ? എനിക്കെന്ത് പണി? അവിടെ ചെന്ന് നമ്മൾ സൂപ്പർവൈസറല്ലേ ചുമ്മാ വിട്ടാൽ പോരെ, പണിയെല്ലാം അവർ ചെയ്ത് തീർത്ത്. അച്ഛൻ കഴിച്ചോ? അച്ഛാ ഫുഡ് എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഫുഡ് ഞാൻ കഴിച്ചു. ഫുഡ് നമ്മളവിടെ ചെന്ന് പറഞ്ഞാൽ പണിക്കാരെ ഏൽപ്പിച്ചിട്ടേ ഒരു റൗണ്ട് അടിച്ച് കറങ്ങാൻ പോകും. അതിൻ്റെ ഓഫീസിൽ നിന്ന് ഉറങ്ങും. വൈകുന്നേരമാകുമ്പോൾ പിന്നെ ഇപ്പം ഉറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ചെന്ന് ഞാൻ സൈറ്റിൽ പൈസയെ കൊടുത്തിട്ട് ഞാൻ വന്നു. പിന്നെ വെറുതെ പോയി സൈറ്റ് തല കാണിച്ചപ്പോഴേ 800 രൂപ കിട്ടി. 500 വെച്ചു. പിന്നെ ഇന്ന് സൈറ്റിൽ ഫുഡൊന്നും കിട്ടിയില്ല കേട്ടാ. ഇത് നല്ല വിശപ്പ് ഉണ്ടാ കഴിക്കാൻ. പാറുവിന് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയായിരുന്നു. ഇവിടെ അപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കിയതായിരിക്കുന്നുണ്ട്. ആ അത് ശരി. അയ്യോ വിശക്കുന്നു. ചമ്മന്തിയാ? മക്കളെ കുഴിപ്പള്ളം തോന്നല്ലേ? കുഴിപ്പള്ളം തോന്നി അച്ഛൻ ഇവിടെ പറഞ്ഞല്ലേ? അച്ഛൻ്റെ സ്നേഹം എന്ന് അച്ഛൻ്റെ സ്നേഹം തന്നെ മക്കളെ, വേറെ ആരും അതുപോലെ തരൂല. അച്ഛൻ തൊട്ട് ജോലിക്ക് പോകണ്ട, ഇനി തൊട്ട് ജോലിക്ക് പോകണ്ടാന്ന്. ജോലിക്ക് പോകണ്ട. പിന്നെ അച്ഛൻ്റെ കാര്യം ആരും നോക്കും? ജോലിക്ക് പോകേണ്ട വല്ല നക്കാൻ വെച്ച് കിട്ടണതാണ് ഇവിടെ അമ്മയ്ക്ക് വീട്ടിൽ കൊടുക്കുന്നത്. അതുകൂടെ ഇല്ലാതാക്കണ്ട. അതിൻ്റെ ആവശ്യമില്ല. അത് നമുക്ക് നോക്കിക്കോളാം, നമ്മൾ നോക്കിക്കോളാം. നിങ്ങൾ നോക്കുമോ? എന്താ എനിക്ക് ജോലിക്ക് പോകാൻ നിഷേധിച്ചാണേ? എനിക്കത് വിലക്കാ ജോലിക്ക് പോകണ്ടേ? പടലക്കാരി ഇതിൻ്റെ പ്ലാൻ ഇല്ലേ? നിങ്ങൾക്ക് സൈറ്റിൽ പോയി വെറുതെ നിന്നാൽ മതി അല്ലേ? ശമ്പളം കിട്ടുമല്ലേ? അത് എൻ്റെ ഭാഗ്യമാണ്. വെറുതെ നിന്നാൽ മതി. ഇഞ്ചിനീയർ പറയും ബാലു സൈറ്റിൽ പോയി ജോലിയൊന്നും ചെയ്യണ്ട, വെറുതെ നോക്കിക്കൊണ്ടാന്ന് പറയും. ഇങ്ങനത്തെ എഞ്ചിനീയറുടെ താമസം ചെയ്യണം. എന്നെ കൊണ്ട് ഒരു പണി ചെയ്യിപ്പിക്കില്ല. നിങ്ങളിനി ജോലിക്ക് പോകണ്ടെന്നാ? നീ പറഞ്ഞാൽ മതിയാ? അച്ഛാ പോകണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ ഇനി ജോലിക്ക് പോകണ്ട, അത്രയാണ്. നിങ്ങൾ ജോലിക്ക് പോയില്ലെങ്കിലും ഈ വീട്ടിൽ കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകില്ല. ജോലിക്ക് പോകണ്ടേ? എന്താടേ വഴക്കുണ്ടായ? പിന്നെ ജോലിക്ക് കൊണ്ടാ തുടങ്ങമ്മ ഇല്ലേ? എന്താ ഇല്ലേ? പിന്നെ തള്ളേ മക്കളെ കൂടെ തീരുമാനിച്ചാ ജോലിക്ക് കൊണ്ടാണ് ഇവിടെ കയറി ഇരിക്കാൻ. എന്ത് അച്ഛാ? ഇനി കുറച്ച് കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. അച്ഛൻ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകണ്ട, നിർത്തിക്കോ.
ഈ പണി അങ്ങ് നിർത്തിക്കോ. പിന്നെ എന്നെ വീട്ടിൽ പിടിച്ചിരുത്തടാ. 10 പൈസ കണ്ട് നിന്നൊക്കെ മുമ്പ് ഞാൻ കൈ നീട്ടാം. അല്ല പിന്നെ ജോലിക്ക് പോകാൻ പറ്റില്ല. അതേ പോവും. ഞാൻ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ കാര്യം പറ. ഒരു കാരണവും ഇല്ല. വേണമെങ്കിൽ പഴയതുപോലെ ഇവിടെ ഇലക്ട്രോണിക്സ് സാധനങ്ങളായിട്ടിരുന്നോ, ഒരു കുഴപ്പമില്ലല്ലോ. ഇനി പഴയതുപോലെ ഇലക്ട്രോണിക് സാധനമായിട്ടിരുന്നാൽ കയ്യിൽ 10 പൈസ വരൂല. ഇതാകുമ്പോൾ കയ്യിൽ ഇഷ്ടംപോലെ പൈസ, വീട്ടിൽ പൈസ കിട്ടും. അതുപോലെ നമുക്ക് എടുക്കാനില്ലെങ്കിൽ ലക്ഷങ്ങളാണ് കൈ കൂടെ മറിഞ്ഞു പോകണം. അറിയാം. അങ്ങനെ മറിഞ്ഞു പോകണമെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ. എന്നാലും നിങ്ങൾ സൂപ്പർവൈസറെ ജോലിക്ക് പോകാൻ നിൽക്കണ്ട. നീ ഈ പറഞ്ഞ നടക്കാത്ത കാര്യം ഞാൻ ജോലിക്ക് പോകാൻ ചെയ്യും. ബാലു, സത്യം പറ, നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടി വരില്ലേ? എനിക്കവിടെ ജോലിയൊന്നുമില്ല. അതൊക്കെ ജോലിക്കാർ ചെയ്തോളൂ. എനിക്ക് ഈസി പണിയല്ലേ, അല്ലെങ്കിൽ അങ്ങനെ എന്നെ കൊണ്ട് പണി ചെയ്യിപ്പിക്കും. ആണ് ഈസി പണിയാണോ? ആ, ഭയങ്കര ഈസി പണിയാലേ. ഞാനൊരു വീഡിയോ കാണിച്ചേ. ഇത് എന്റെ സൈറ്റാണല്ലേ. ഇതൊരു മോളിൽ കയറി ഇരിക്കുന്നത്, അതും ഒരു സേഫ്റ്റി ഇല്ലാത്ത സ്ഥലത്ത്. ആര് ആര്? ദാസപ്പമേശ്ശേരി. അതിന്റെ ഒപ്പം നിൽക്കണ ആര്? കൂടാര്? അത് ഞാൻ തന്നെ. ഡേ, നീ സൈറ്റ് വന്നിരുന്നാടാ. നീ ഇത് ഇന്നത്തെ വീഡിയോ ആണല്ലേ. നിങ്ങക്ക് താഴ്ത്തുനിന്ന് നിൽക്കാൻ വയ്യ അല്ലേ? അച്ഛനെന്താ പറഞ്ഞേ? അച്ഛന് സൈറ്റിൽ പണിയില്ലെന്നോ? ഒള്ളി ഡയറക്ഷൻ അല്ലേ? അയ്യോ, അച്ഛൻ പിന്നെ എഞ്ചിനീയറിന്റെ പെറ്റാണല്ലോ. എഞ്ചിനീയർ അച്ഛനെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കൂല അല്ലേ? അച്ഛൻ വീഴാൻ പോയപ്പോ എന്റെ നെഞ്ചൊന്നും ഇടിച്ച്. മതി, ഇന്നത്തോടെ നിർത്തിക്ക് പണിക്ക് നോക്ക്. ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തത്. ഇനി അച്ഛന് അതുപോലെ സാലറി വേറെ വേണമെങ്കിൽ എന്റെ ശമ്പളത്തിന് പകുതി തരാം എല്ലാ മാസം. പോരെ? എന്നാലും പോണ്ടേ പണിക്ക്. എത്രാമത്തെ നിലയുടെ മേളിൽ കിടന്ന് ഈ സർക്കസ് കാണിക്കുന്നത് വല്ല ബോധം ഉണ്ടോ അച്ഛാ? ഷോ, വല്ലാത്തൊരു സൂപ്പർവൈസർ തന്നെ അച്ഛാ. സൂപ്പർവൈസർ അല്ല, സൂപ്പർമാനാണ്. അതുകൊണ്ടാണ് മോളിരിക്കുന്നത്. അച്ഛാ, ഇന്നത്തോടെ സൂപ്പർവൈസർ കുപ്പായം അങ്ങ് ഊരി വെച്ചേരെ. മക്കളെ അവിടെ അച്ഛൻ്റെ പണിയൊന്നും ചെയ്യണ്ട. പിന്നെ പണിക്കാർ കുറവാകുമ്പോൾ കൂടെ സഹായിക്കും. പൈസ മാത്രം എന്നെ വാങ്ങിച്ചാൽ മതിയാ. അതിന് വേണ്ടുന്ന പണിയൊക്കെ എടുക്കണ്ടേ അവിടെ. അച്ഛാ, ഈ വാങ്ങിക്കണ കാശ് പണിയെടുക്കുന്നൊക്കെ ഓക്കെ, ഹെൽപ്പ് ചെയ്യുന്നത് ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് വയസ്സ് എത്രയെന്ന് അച്ഛൻ വിചാരം? ഇവിടെ ജീവിക്കാൻ കഷ്ടപ്പാടുണ്ടേ. എന്നെക്കാൾ പ്രായമുള്ള എത്ര പേര് ജോലി എടുക്കണം? 60, 70, 80 വയസ്സ് ആൾക്കാർ എത്ര നിലയുടെ മണ്ടേ കയറി പണിയെടുക്കണ്ടേ? അത് പൊരി വെയിലത്ത്. അച്ഛാ അതുപോലെയാണ് അച്ഛാ. അവർക്ക് പണ്ടുപോലെ ചെയ്ത് ശീലമുണ്ട്. അച്ഛന് വയസ്സായിച്ചാ വയ്യ അച്ഛന്. ഇനി ഇടയിൽ കൂടി മോളിൽ നിന്ന് മക്കളെ കൈയും കാലും വയ്യാതെ എത്ര പേര് ജോലിക്ക് പോകണം? അച്ഛന് ചുമ്മാ ഇങ്ങനെ ഇഷ്ടമില്ല. എന്തായാലും അച്ഛൻ്റെ കഷ്ടപ്പാട് കണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ജോലിയുടെ വില മനസ്സിലായല്ലേ? പലരും ആയുസ് കൈ പിടിച്ചോണ്ടാണ് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത്. അറിയാം എനിക്ക്. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അച്ഛോയ്, അച്ഛൻ ഇനി ഇതേപോലത്തെ വലിയ നിലയുടെ ഒന്നും മേളിൽ കയറി പണിയെടുക്കരുത്. അത് വാക്ക് തരണം. നോക്കാന്നല്ല, സത്യം ചെയ്യണം. സത്യം ചേച്ചാ. നോക്കാടേ. അച്ഛൻ നോക്കാന്ന് പറഞ്ഞ ഫിക്സാ. മക്കളെ, നമുക്ക് കുഴിപ്പള്ളത്തോയി അടിച്ചു പൊളിക്കണ്ടേ? പിന്നെ പൊളിക്കണം. പക്ഷെ അച്ഛൻ വരൂല. എന്താ അച്ഛൻ? അച്ഛൻ പറഞ്ഞോട്ടെ.